ഹലോ, ഞാൻ നസ്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയനാട് പോയ സമയത്ത് അവിടെ ഒരു അൾട്രാ പാർക്കിൽ കയറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഊഞ്ഞാലയിൽ കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഊഞ്ഞാലയിൽ കയറേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ നല്ല ധൈര്യത്തോടു കൂടി പോയി. പക്ഷേ ഊഞ്ഞാല കയറിയ സമയത്ത് തന്നെ നമുക്ക് കയറേണ്ടില്ലായിരുന്നു തോന്നിയിട്ടോ. കാരണം ഇത് എത്ര ഹൈറ്റിലാണ് പോവുക എങ്ങനെയാണെന്നൊരു പേടി നമുക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഏന്തൂഞ്ഞാലിയും തോണിയിലൊക്കെ നമ്മൾ ആടുന്ന സമയത്ത് നമുക്കൊരു ചിലർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പേടിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഏതായാലും കയറിയല്ലോ. പക്ഷെ കുറേ ഇറങ്ങട്ടെ ചോദിച്ചാലും സമ്മതിച്ചില്ല. കാരണം ബുക്ക് ചെയ്തതായതുകൊണ്ട് നിങ്ങൾ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കയറി. ഞങ്ങൾ പറഞ്ഞു പൊട്ടിങ്ങാണ്ടൊക്കെ താഴേക്ക് നമ്മൾ വീഴുമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് തോന്നി അങ്ങനെ പൊട്ടി താഴത്തേക്ക് വീഴും. അതേപോലെ ഇത് നല്ല ഹൈറ്റിൽ ബാക്കിൽ നിന്ന് അവർ വലിക്കുന്നുണ്ട്. അപ്പോൾ വലിച്ചിട്ട് ഞങ്ങൾ ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് പോകുക എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വലിച്ച് വലിച്ച് കൊണ്ടുപോയി. ഞങ്ങളിങ്ങനെ എന്താ പറയുക, ശ്വാസം പിടിച്ചിരിക്കണ്ട, എന്താകും ഏതാകും എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഊഞ്ഞാല ആടുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേടി ഉണ്ടാവാറുണ്ടല്ലോ എല്ലാവർക്കും. ഇല്ലാത്തവരുണ്ടായിരിക്കാം. അങ്ങനെ ഏതായാലും ആ ഒരു ഊഞ്ഞാല അവർ വലിച്ച് വിടാനായി നിൽക്കണേ. അപ്പോൾ ആ വിട്ട സമയത്തുള്ള ആ ഒരു പേടി അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അത് 2-3 പ്രാവശ്യം നല്ലോണം ആടിയതിന് ശേഷമാണ് ഞങ്ങൾ മുഖം തന്നെ ഉയർത്തിയത്. ക്യാമറയ്ക്കൊന്നും ഞങ്ങൾ മുഖം നോക്കണില്ല. ഞങ്ങളതിന് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു, നമുക്ക് ഊഞ്ഞാലാടുമ്പം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും എന്താ പറയുക, തല താഴ്ത്തിയിരുന്നു കേട്ടോ. താഴ്ത്തിയിരുന്നിട്ട് പിന്നെ ആ ഒരു സ്പീഡ് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ക്യാമറയിലേക്ക് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.